ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ദേവസ്വം സ്പെഷ്യൽ മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പുതിയ വിജ്ഞാപനം എവിടത്തേക്കാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു വിജ്ഞാപനം വരുന്നുണ്ട് 439 തസ്തികകളിലേക്കായിട്ട്. അപ്പോൾ അതിൽ LD ക്ലർക്ക് 23 ഒഴിവുകൾ ഉണ്ട്, പ്ലസ് ഒരു 10 ഒഴിവുകൾ കൂടി ഉണ്ടെന്നാണ് നമുക്ക് അനൗദ്യോഗികമായ ഒരു വിവരം. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, കുറച്ച് ശതമാനം കൂടുതലുണ്ടെന്ന് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം 33ഓളം തന്നെ ആദ്യം തന്നെ നിയമനം കിട്ടും. അപ്പോൾ ഈ അതൊക്കെ വിടാം, 439 എടുക്കാം. ഈ 439ലേക്കുള്ള വിജ്ഞാപനം ഏകദേശം പ്രോസസ്സിങ് പൂർത്തിയായി എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഏകദേശം അറിവ് കിട്ടിയിരിക്കുന്നത്. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ, 2 ആഴ്ച എടുക്കില്ലായിരിക്കാം, എന്നാലും 1-2 ആഴ്ചക്കുള്ളിൽ ഈ ഒരു വിജ്ഞാപനം വരും. തയ്യാറായി നിൽക്കുക. കാരണം എക്സാമിന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു LDC കട്ട് ഓഫ് നമുക്കറിയാം, 77.36 ആണ്. ആകെ 71 പേരാണ് ആ ഒരു ലിസ്റ്റിലുള്ളത്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിലും ഏകദേശം 90-നും 130-നും ആളുകളെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആളുകളുടെ എണ്ണം കൂടുന്നു, എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിലെ പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി പരീക്ഷ LDC നമ്മുടെ ഗുരുവായൂരായാലും മലബാർ ആയാലും തിരുവിതാംകൂർ ആയാലും കൂടൽമാണിക്യം ഏതായാലും കൊച്ചിൻ ദേവസ്വം ആയാലും നമുക്ക് ഇനി അങ്ങോട്ട് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം? അത് 2008 ആണ്. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് 2008. മറ്റൊന്ന്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വളപട്ടണം പുഴ. ഏതാണ്? വളപട്ടണം പുഴ. ഇരിങ്ങോൽക്കാവ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. ഇരിങ്ങോൽക്കാവ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. എത്ര ദിവസം ചേരുന്നതാണ് ഒരു ചന്ദ്രപക്ഷം? 15 ദിവസം. 15 ദിവസം ചേരുന്നതാണ് ഒരു ചന്ദ്രപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ എത്ര ദിവസം ചേരുന്നതാണ് ഒരു ചന്ദ്രപക്ഷം? 15. കടവയാതി സമ്പ്രദായത്തിൽ ന എന്ന അക്ഷരത്തിന്റെ വില? കടവയാതി സമ്പ്രദായത്തിൽ ന എന്ന അക്ഷരത്തിന്റെ വില 0 ഏതാണ്? 0. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടിപ്പോകുന്ന ചടങ്ങുള്ള അമ്പലം? പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടിപ്പോകുന്ന ചടങ്ങുള്ള അമ്പലമാണ് കൊറ്റൻകുളങ്ങര. ഏതാണ്? കൊറ്റൻകുളങ്ങര. കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദനാണ്. കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദൻ. നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണ്? ഭാഗവത പുരാണം. നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണ്? ഭാഗവത പുരാണമാണ്. ഭാഗവത പുരാണം. ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ശ്രീകുമാരൻ. ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ശ്രീകുമാരൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ VK വിജയനാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യൻ. ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യൻ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ്? കൂടിയാട്ടം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടം. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിലുള്ളതാണ്? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിലുള്ളതാണ്? മുണ്ടകോപനിഷത്താണ്. പൂർണ്ണത്രയീശ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃപ്പൂണിത്തുറ. പൂർണ്ണത്രയീശ ക്ഷേത്രം തൃപ്പൂണിത്തുറയിലാണ്. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീ നാരായണ ഗുരു. ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ്? ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങളാണ്? ആ ഉ മ് ആണ്. ഏത് പുരാണത്തിലാണ് രാമായണ മഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നത്? സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിലാണ് രാമായണ മഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നത്. കർണാടക സംഗീതത്തിലെ മൂർത്തിത്രയത്തിൽപ്പെട്ടതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. കർണാടക സംഗീതത്തിലെ മൂർത്തിത്രയത്തിൽപ്പെട്ടത് മുത്തുസ്വാമി ദീക്ഷിതർ. ജ്യോതിഷത്തെ വേദത്തിന്റെ ഏത് അവയവമായാണ് കൽപ്പിച്ചിരിക്കുന്നത്? കണ്ണ്. ജ്യോതിഷത്തെ വേദത്തിന്റെ ഏത് അവയവമായാണ് കൽപ്പിച്ചിരിക്കുന്നത്? കണ്ണ്. ഏത് നിയമപ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്? ആക്ട് 15/1950. ആക്ട് 15/1950 ആണ്. ഏത് നിയമപ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതെന്നാണ്. മറ്റൊന്ന്, ചിങ്ങമാസത്തിലെ അത്തംനാളിൽ കേരളത്തിലെ ഏതു ക്ഷേത്രത്തിൽ കൊടിയേറുന്നതോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്? ചിങ്ങമാസത്തിലെ അത്തംനാളിൽ കേരളത്തിലെ ഏതു ക്ഷേത്രത്തിൽ കൊടിയേറുന്നതോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്? തൃക്കാക്കര മഹാക്ഷേത്രം. തൃക്കാക്കര മഹാക്ഷേത്രം. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ ഗോത്രവർഗ വനിത നഞ്ചിയമ്മ. ഇത് സ്പെഷ്യൽ ടോപ്പിക് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കൂടെ വന്നതാണ്. അടുത്ത്, പ്രാകാരങ്ങളിൽ പെടുന്നത് ഏത്? മര്യാദ. പഞ്ചപ്രാകാരങ്ങളിൽ പെടുന്നത് മര്യാദ.
2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജോർജ് ഓണക്കൂർ. ഇതൊക്കെ ഇതിന്റെ കൂടെ വരുന്നതാണ്. തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ശക്തൻ തമ്പുരാൻ. തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് ശക്തൻ തമ്പുരാൻ. നാറാണത്തു ഭ്രാന്തനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം തളി മഹാക്ഷേത്രം. നാറാണത്തു ഭ്രാന്തനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം. ഗർഭഗ്രഹത്തിന് പറയപ്പെട്ടിരുന്ന ഏക ആകൃതി ഏതാണ്? ഗർഭഗ്രഹത്തിന് പറയപ്പെട്ടിരിക്കുന്ന ഏക ആകൃതി അത് സമചതുരമാണ്. ഏതാണ്? സമചതുരം. കേരളീയ ക്ഷേത്രവാദ്യങ്ങളിൽ അത്യുന്നത സ്ഥാനമുള്ള വാദ്യം ഇടയ്ക്കയാണ്. കേരളീയ ക്ഷേത്രവാദ്യങ്ങളിൽ അത്യുന്നത സ്ഥാനമുള്ള വാദ്യം ഇടയ്ക്ക. പട്ടിസദ്യ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ്. ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1906. ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിച്ചത് 1906 ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്? ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്? റാണി ഗൗരി ലക്ഷ്മിബായി. ഹിന്ദുമത എൻഡോവ്മെന്റ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനവും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടാത്തത് പിച്ചളയാണ്. പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടാത്തത് പിച്ചള. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഫാക്ട് കഥകളി കേന്ദ്രത്തിന്റെ സ്ഥാപകൻ MKK നായരാണ്. ഫാക്ട് കഥകളി കേന്ദ്രത്തിന്റെ സ്ഥാപകൻ MKK നായർ. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജ അതാണ് എതിർത്ത പൂജ. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ് എതിർത്ത പൂജ. ക്ഷേത്രാചാര വിധി പ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? 16. ക്ഷേത്രാചാര വിധി പ്രകാരം നടത്തുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? 16. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമെന്ന് വിഖ്യാതമായത് തിരുവാർപ്പ്. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമെന്ന് വിഖ്യാതമായത് തിരുവാർപ്പ് ക്ഷേത്രമാണ്. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യപദ്യ സങ്കലിതങ്ങളായ കൃതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രബന്ധങ്ങൾ. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യ പദ്യ സങ്കലിതങ്ങളായ കൃതികൾ അറിയപ്പെടുന്നത് പ്രബന്ധങ്ങൾ എന്ന പേരിലാണ്. വൈഷ്ണവ പൂജാ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണം ലിംഗപുരാണം. വൈഷ്ണവ പൂജാ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണമാണ് ലിംഗപുരാണം. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദത്തിലേർപ്പെട്ട പണ്ഡിത വരേണ്യനാര്? മണ്ഡന മിശ്രൻ. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദത്തിലേർപ്പെട്ട പണ്ഡിത വരേണ്യൻ മണ്ഡന മിശ്രനാണ്. ശുക്ല യജുർവേദ ബ്രാഹ്മണം ഏതാണ്? ശതപഥ ബ്രാഹ്മണം. ശുക്ല യജുർവേദ ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണമാണ്. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതി ജടാപാഠം. ജടാപാഠമാണ്. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതി ജടാപാഠം. അടുത്തത് വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടയ്ക്കയാണ്. വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടയ്ക്ക. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പൃഥ്വി. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം പ്രതിനിധീകരിക്കുന്നത് പൃഥ്വിയാണ്. നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീരാമന്റെ വില്ലിന്റെ പേര് കോദണ്ഡം എന്നാണ്. കോദണ്ഡം. ശ്രീരാമന്റെ വില്ലിന്റെ പേരാണ് കോദണ്ഡം. കുബേരന്റെ ഉദ്യാനത്തിന്റെ പേര് ചൈത്രരഥം. ചൈത്രരഥം. കുബേരന്റെ ഉദ്യാനത്തിന്റെ പേരാണ് ചൈത്രരഥം. കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടമാണ്. കഥകളിയുടെ പൂർവ്വരൂപം ഏത്? രാമനാട്ടം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ചെണ്ട. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ചെണ്ടയാണ്. പടയണി എന്ന ഗ്രന്ഥം രചിച്ചത് കടമനിട്ട വാസുദേവൻ പിള്ളയാണ്. പടയണി എന്ന ഗ്രന്ഥം കടമനിട്ട വാസുദേവൻ പിള്ള. ബ്രഹ്മാവിന്റെ വാഹനം അരയന്നമാണ്. ബ്രഹ്മാവിന്റെ വാഹനം ഏത്? അരയന്നം. തൃശൂർ പൂരം ആരംഭിച്ചത് ആര്? ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. ഭാഷാ ഭഗവത്ഗീത രചിച്ചത് മാധവ പണിക്കറാണ്. ഭാഷാ ഭഗവത്ഗീത രചിച്ചത് മാധവ പണിക്കർ. ഭാരതപ്പുഴയുടെ കൈവഴിയായ ശോകനാശിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രം തിരുവാലത്തൂർ ക്ഷേത്രമാണ്. ഭാരതപ്പുഴയുടെ കൈവഴിയായ ശോകനാശിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രം ചോദിച്ചാൽ തിരുവാലത്തൂർ ക്ഷേത്രം. ഗംഗാദത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാണ കഥാപാത്രം ഭീഷ്മറാണ്. ഗംഗാദത്തൻ എന്നറിയപ്പെടുന്ന പുരാണ കഥാപാത്രം ഭീഷ്മറാണ്. താഴെ കൊടുക്കുന്നതിൽ താരകാസുരന്റെ പുത്രനാരാണ്? താഴെ കൊടുക്കുന്നതിൽ താരകാസുരന്റെ പുത്രൻ വിദ്യുന്മാലിയാണ്. വിദ്യുന്മാലി. അമ്പലമില്ല, പൂജയുമില്ല, പ്രതിഷ്ഠയുമില്ല. ഈ രൂപമില്ലാത്ത മൂർത്തി കുടികൊള്ളുന്നത് ഏത് സ്ഥലത്താണ്? ഓച്ചിറ. അമ്പലമില്ല, പൂജയുമില്ല, പ്രതിഷ്ഠയുമില്ല. ഈ രൂപമില്ലാത്ത മൂർത്തി കുടികൊള്ളുന്നത് ഓച്ചിറയിലാണ്.
തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 8 നാഴികയോളം തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേവാലയം പെരുവനം മഹാശിവക്ഷേത്രമാണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 8 നാഴികയോളം തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേവാലയമാണ് പെരുവനം മഹാശിവക്ഷേത്രം. ദേവശില്പിയുടെ പേരെന്താണ്? വിശ്വകർമാവ്. ദേവശില്പിയുടെ പേര് വിശ്വകർമാവ്. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന അഗാധ പണ്ഡിതനും മഹാതാത്വികനുമായിരുന്ന ശ്രേഷ്ഠനായ ഈ മുനിയുടെ പേര് യാജ്ഞവൽക്യൻ എന്നാണ്. യാജ്ഞവൽക്യൻ. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന അഗാധ പണ്ഡിതനും മഹാതാത്വികനുമായിരുന്ന ശ്രേഷ്ഠനായ ഈ മുനിയുടെ പേര് യാജ്ഞവൽക്യൻ എന്നാണ്. ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം പള്ളിയറ ക്ഷേത്രം. ചിലന്തി അമ്പലം, പള്ളിയറ ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ല. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ചിത്രം ഏത് പുരാണകഥയെ ആസ്പദമാക്കി വരച്ചതാണ്? ഗജേന്ദ്രമോക്ഷം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ചിത്രം ഏത് പുരാണകഥയെ ആസ്പദമാക്കി? ഗജേന്ദ്രമോക്ഷമാണ്. ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് മഹാക്ഷേത്രങ്ങളുടെ മുന്നിൽ നിന്ന് കൃതി എഴുതിയത് നാലങ്കൽ കൃഷ്ണപ്പിള്ളയാണ്. നാലങ്കൽ കൃഷ്ണപ്പിള്ള. അടുത്തത് വിച്ച് കിങ് ഡിക്ലെയർഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ക്ഷേത്രപ്രവേശനമുള്ളവരാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി ഫസ്റ്റ് ദേവസ്വം ബോർഡ് ഫോംഡ് ഇൻ 1949? 1949 ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് മന്നത്ത് പത്മനാഭനാണ്. ടു വിച്ച് ടെമ്പിൾ ഈസ് കൃഷ്ണനാട്ടം റിലേറ്റഡ്? ഏത് അമ്പലവുമായാണ് കൃഷ്ണനാട്ടം ബന്ധപ്പെടുന്നത്? ഗുരുവായൂർ ടെമ്പിൾ ആണ്. ഗുരുവായൂർ ടെമ്പിൾ. ഹൗ മെനി ശ്ലോകാസ് ആർ ദയർ ഇൻ വാൽമീകി രാമായണം? വാൽമീകി രാമായണത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 24,000. 24,000 ആണ്. അടുത്തത് ഹൂ ഇസ് ദ ഓതർ ഓഫ് തന്ത്രസമുച്ചയം? തന്ത്രസമുച്ചയം എഴുതിയത് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. ഇൻ വിച്ച് ഇയർ വാസ് ദ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഫോംഡ്? കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപം കൊണ്ടത് 1949. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ വൈക്കം സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണ്? കെ ഭാസ്കരൻ നായർ. ബാക്കി എല്ലാവരും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. ഇൻ വിച്ച് ഇയർ വാസ് ദ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എസ്റ്റാബ്ലിഷ്ഡ്? 1950. 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹൂ റോട്ട് ദ ബ്രഹ്മസൂത്ര ഭാഷ്യം? ആരാണ് ബ്രഹ്മസൂത്ര ഭാഷ്യം രചിച്ചത്? ശ്രീ ശങ്കരാചാര്യരാണ്. ശ്രീ ശങ്കരാചാര്യർ. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ആലത്തിയൂർ പെരും തൃക്കോവിൽ ക്ഷേത്രമാണ്. രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം കൂടൽമാണിക്യം. 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം. ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രം. ഗരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ മഹാക്ഷേത്രം. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ടാണ് സോപാന സംഗീതം. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം മഹാഭാരതം. മാമാങ്കവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ ക്ഷേത്രം നവാമുകുന്ദ ക്ഷേത്രം. നവാമുകുന്ദ ക്ഷേത്രം. ദ സൺ ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ആദിത്യപുരം ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? അതായത് സൂര്യക്ഷേത്രം ആദിത്യപുരത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യക്ഷേത്രം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയാണ്. മൂറജപം ഇൻ പത്മനാഭസ്വാമി ടെമ്പിൾ ഈസ് ഹെൽഡ് വൺസ് ഇൻ ഹൗ മെനി ഇയേഴ്സ്? മൂറജപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? 6 വർഷം. വിച്ച് ടെമ്പിൾ ഈസ് നോൺ ആസ് ദക്ഷിണ ദ്വാരക? ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദിക് ലിറ്ററേച്ചർ കണ്ടെയ്ൻസ് ഗായത്രി മന്ത്ര? ഋഗ്വേദയാണ്. ഋഗ്വേദ. The date in which the Maharaja of Travancore issued temple entry proclamation? ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. Whose birthplace in Kerala? ശങ്കരാചാര്യർ. Place in temple where people could assemble? എവിടെയാണ്? അത് മണ്ഡപയാണ്. മണ്ഡപ. The largest mural painting in Kerala? ഗജേന്ദ്രമോക്ഷം. in which district? ആലപ്പുഴ. ആലപ്പുഴയിലാണ് ഗജേന്ദ്രമോക്ഷം. Which style is adopted for making the foundation of temples? ശ്രീകോവില്. അത് പാദബന്ധനമാണ്. പാദബന്ധനം. When did മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാർട്ടഡ്? 2008 ഒക്ടോബർ 2. 2008 ഒക്ടോബർ 2. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം കഥകളി. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? തിരുവൈരാണിക്കുളം ക്ഷേത്രം.
സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇലഞ്ഞിത്തറ മേളം ഏതു ക്ഷേത്രത്തിന്റെ വകയാണ്? പാറമേക്കാവ്. അടുത്തത് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ചന്ദനക്കാവ് ക്ഷേത്രമാണ്. ചന്ദനക്കാവ് ക്ഷേത്രം. ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം നിറഞ്ഞൊഴുകൽ എന്നാണ്. വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം പടഹാതി. പ്രസിദ്ധമായ തൃപ്പൂത്താറാട്ടുള്ള ഏകക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. പുരാണ കഥാപ്രസംഗം അതാണ് കൂത്ത്. പുരാണ കഥാപ്രസംഗം കൂത്ത്. ആംഗികം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയം ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല കഥകളിയാണ്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം പ്രസ്ഥാനത്രയം എന്നതാണ്. പ്രസ്ഥാനത്രയം. മരപ്പാണിയുടെ മറ്റൊരു നാമധേയം വലിയ പാണി. ശ്രീബുദ്ധന്റെ പൂർവ്വനാമധേയം എന്തായിരുന്നു? സിദ്ധാർത്ഥൻ. നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് മേൽപ്പത്തൂരാണ്. മേൽപ്പത്തൂർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ആത്മീയാചാര്യൻ ശ്രീ നാരായണ ഗുരു. വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. നിത്യവും 12,000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം കുമാരനെല്ലൂർ. ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് ഉത്സവം. ഏത് കാവ്യത്തിന്റെ നൃത്യകലാരൂപാവതരണമാണ് കൃഷ്ണനാട്ടം? കൃഷ്ണഗീതി. ഉച്ചപൂജ സമയത്ത് ഇടക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുക? ത്രിപുട. ജ്ഞാനകാന്ഡം ഏതാണ്? ഉപനിഷത്തുക്കളാണ് ജ്ഞാനകാന്ഡം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ജയകാവ്യം. മഹാഭാരതം ജയകാവ്യം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് എഴുത്തച്ഛൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയാചാര്യൻ മന്നത്തു പത്മനാഭൻ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ. വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം. തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി. ഡാഷിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായശ്ചിത്തം ഏതാണ്? കൗമാര കലശം. ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ആറാട്ടുപുഴ ക്ഷേത്രം. ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് സത്യാർത്ഥ പ്രകാശ്. എപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. ഛന്ദോഗ്യോപനിഷത്തിന്റെ പ്രസിദ്ധമായ മഹാകാവ്യം ഏതാണ്? തത്വമസി. വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡേഷായി കണക്കാക്കുന്നു. ചെവികളായി. വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ചെവികളായി കണക്കാക്കുന്നു. മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം 2008 എന്നിങ്ങനെയാണ് പ്രധാനമായും കുറച്ച് വർഷങ്ങളിലെ കുറച്ച് ചോദ്യപേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി വിലയിരുത്തി വേണം മറ്റു കാര്യങ്ങൾ പഠിച്ചു പോകാൻ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോവാണ്. 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് വിജ്ഞാപനം എത്തുകയാണ്. അപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതായത് LDC ഉൾപ്പെടെ വിജ്ഞാപന പ്രകാരമുള്ള എല്ലാ ഇതിനുള്ള ക്ലാസ്സുകളാണ്. ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. സ്പെഷ്യൽ ആയിട്ടുള്ള PDF നോട്ടുകളുണ്ട്, SCRT ക്ലാസ്സുകളുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, PYQ എക്സ്പ്ലനേഷൻ, മോക്ക് ടെസ്റ്റ് ഒക്കെ ഉൾപ്പെടെയാണ് വരുന്നത്. ഇതിനെല്ലാം കൂടി നമ്മൾ ആകെ ഫീസ് എന്ന് പറയുന്നത് 540 രൂപയാണ്. 540 രൂപയാണ് ആകെ ഫീസ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്